ഹലോ, എല്ലാ കൂട്ടുകാർക്കും വികാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 7ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് പഠിക്കാൻ പോകുന്നത്. നമ്മളിന്ന് 2ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കുരുമുളക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു കുറിപ്പ് പോലെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമല്ല, എന്നാലും അതിനകത്തുള്ള കാര്യം ഞാനൊന്ന് പറഞ്ഞു തരാം. കൂട്ടുകാരെ, ഞാൻ കുരുമുളക് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള യൂറോപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുത്തെ കർഷകർ അവരുടെ ആടുമാടുകളിൽ കുറേ എണ്ണം കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചിരുന്നു. ശൈത്യകാലത്തെ മഞ്ഞുവീഴ്ച കാരണം മേച്ചിൽപ്പുറങ്ങൾ പുൽനാമ്പുകൾ തളർത്തിരുന്നില്ല. ഇത് തീറ്റി കമ്മിയാക്കാൻ ഇടയായി. മനുഷ്യർക്കും ഭക്ഷ്യക്ഷാമം നേരിടേണ്ടി വന്നു. കാലികളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചാണ് ഇതിന് പരിഹാരം കണ്ടിരുന്നത്. ഇന്നത്തെ പോലെ വൈദ്യുതിയോ ശീതീകരണ സംവിധാനമോ ഇല്ലാത്ത കാലമാണെന്ന് ഓർക്കുക. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും അവർ കുരുമുളകിനെയാണ് ഉപയോഗിച്ചിരുന്നത്. ചുരുക്കത്തിൽ കുരുമുളക് അവർക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായിരുന്നു. കുരുമുളക് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഏലം, കറുവപ്പട്ട, ഇഞ്ചി എന്നിവയും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഞങ്ങളെ തേടി പണ്ടു മുതലേ കച്ചവടക്കാർ എത്തിയിരുന്നു. അപ്പം കുരുമുളക് പറഞ്ഞ ഒരു കഥയാണിത്. അതായത് യൂറോപ്പിൽ പണ്ടുകാലങ്ങളിൽ ശൈത്യകാലത്ത് അവിടുത്തെ കർഷകർ അവരുടെ ആടുമാടുകളെ കുറേ എണ്ണത്തെ ഇറച്ചിയാക്കി സൂക്ഷിച്ചിരുന്നു. കാരണമെന്ന് പറയുന്നത് മഞ്ഞ് വീഴുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ മേച്ചിൽപ്പുറങ്ങളിൽ പുല്ലുകളൊന്നും തളിർക്കത്തില്ല. ഇത് അവർക്ക് തീറ്റി കുറയ്ക്കാൻ ഇടയാക്കും. അതുപോലെ തന്നെ മനുഷ്യർക്കും ഭക്ഷ്യക്ഷാമം നേരിടേണ്ടതായിട്ട് വരും. കാലികളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചതാണ് ഇതിനവർ പരിഹാരം കണ്ടത്. എന്നാൽ ഇങ്ങനെ സൂക്ഷിക്കാൻ അവർക്ക് അന്നത്തെ കാലത്ത് വൈദ്യുതിയോ ശീതീകരണ റെഫ്രിജറേറ്ററോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും ഒക്കെ അവർ കുരുമുളകാണ് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ചുരുക്കത്തിൽ കുരുമുളകെന്ന് പറയുന്നത് വിദേശികൾക്ക് ഒരു അത്യന്താപേക്ഷിതമായ ഘടകം തന്നെയായിരുന്നു. കുരുമുളക് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കറുവപ്പട്ട, ഏലം, ഇഞ്ചി തുടങ്ങിയവയും അവർക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറി. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പല സുഗന്ധവ്യഞ്ജനങ്ങളും വിദേശികൾ കയറ്റുമതി ചെയ്തിരുന്നു. ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ തന്നെ അവർക്ക് എല്ലാം അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെ ആയിരുന്നു. ഡിഡ് നോട്ട് യു ലിസൺ ടു ദ സ്റ്റോറി ഓഫ് പെപ്പർ? കുരുമുളക് പറഞ്ഞ കഥ കേട്ടില്ലേ? വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ സ്റ്റോറി? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നാണ് അവർ ചോദിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലായത് ഈ 2 പോയിന്റാണ്. ദ സ്പൈസസ് ഓഫ് അവർ ലാൻഡ് വെയർ എസെൻഷ്യൽ ടു ദ ഫോറിനേഴ്സ്. അതായത് നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. നമ്മളിപ്പം പറഞ്ഞ അതേ പോയിന്റാണ്. ദ സ്പൈസസ് ഓഫ് അവർ ലാൻഡ് വെയർ എസെൻഷ്യൽ ടു ദ ഫോറിനേഴ്സ്. പിന്നെ പറയുന്നത് ദ ട്രേഡേഴ്സ് ആൾ ഓവർ ദ വേൾഡ് യൂസ്ഡ് ടു വിസിറ്റ് ഹിയർ ടു കളക്ട് ദ സ്പൈസസ്. ഇത്തരം വിഭവങ്ങൾ ശേഖരിക്കാൻ പുരാതന കാലം മുതൽക്കേ കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു എന്നുള്ള 2 പോയിന്റാണ് നമുക്ക് ഈ കുരുമുളകിൻ്റെ കഥ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. You have understood the previous chapter about the conquest of Constantinople by the Turks in 4053. They came in the way of the trade between Asia and Europe. The situation necessitated the European traders to find out a sea route to India. With the discovery of sea route to India, the Portuguese, the Dutch, the English and the ഫ്രഞ്ച് റീച്ച്ഡ് ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ്. എന്താണ് പറയുന്നത്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പറഞ്ഞതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ അവർ ശ്രമം ആരംഭിച്ചത്. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. ഇപ്പം കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ വിദേശികൾ ആരൊക്കെയാണ്? പോർച്ചുഗീസ്, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പം അവരെ കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചു. ഇതിൻ്റെ ഫലമായി ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി.
ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്ക് കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഉൾപ്പെടെ നിരവധി പേർ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. ഇതാണ് ഇന്ത്യയിൽ കച്ചവടക്കാർ വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശി എന്ന് പറയുന്നത് പോർച്ചുഗീസാണ്. അപ്പം നമുക്ക് പോർച്ചുഗീസുകാരെ ഒന്ന് പരിചയപ്പെടാം. ഫ്രം പോർച്ചുഗൽ ടു കൽക്കത്ത്, പോർച്ചുഗലിൽ നിന്ന് കോഴിക്കോട്ടേക്ക്. ഇറ്റ് വാസ് സൺഡേ മോർണിംഗ് ഇൻ ദ മന്ത് ഓഫ് മെയ് 1498, 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം. 3 ഹ്യൂജ് ഷിപ്പ് ആങ്കേർഡ് അറ്റ് കാപ്പാട് നിയർ കൽക്കത്ത്. കോഴിക്കോടിന് സമീപത്തുള്ള കാപ്പാട് തീരത്ത് 3 വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. ദ ലാംഗ്വേജസ് ആൻഡ് ഡ്രസ് കോഡ് ഓഫ് ദ മറൈനേഴ്സ് ഇൻ ദ ഷിപ്സ് വെയർ ക്വയറ്റ് ഡിഫറൻറ്റ് ഫ്രം ദ നേറ്റീവ് പീപ്പിൾ. അവരുടെ വ്യത്യസ്തമായ വേഷവും ഭാഷയുമുള്ള കുറച്ചു പേരായിരുന്നു ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയത്. They were a group of sailors from Portugal under the leadership of Vasco da Gama. അതായത് പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി എത്തിയ വാസ്കോ ഡ ഗാമയും സംഘമായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. അപ്പം വാസ്കോ ഡ ഗാമയും സംഘവുമാണ് നമ്മുടെ ആദ്യത്തെ വിദേശികൾ. അവർ വന്നിറങ്ങിയത് കോഴിക്കോട് കാപ്പാട് തീരത്താണ്. 1498 മെയ് മാസത്തിലാണ്. അടുത്ത പറയുന്നത് ദ സെറമോൺ ദ then rule of Calcutta, Kozhikode did not provide trading facilities to Vasco da Gama, so he left it for Kannur, gathered necessary goods and then returned to Portugal. അതായത് അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജാക്കന്മാരായിരുന്നു. വാസ്കോ ഡ ഗാമയ്ക്ക് കച്ചവട സാധനങ്ങളൊന്നും അവർ നൽകിയിരുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം വാസ്കോ ഡ ഗാമ കണ്ണൂരിലേക്ക് മടങ്ങി. അവിടെ നിന്നും ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗീസിലേക്ക് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. പിന്നീട് അൽമേഡ ആൻഡ് അൽബുക്കർ, 2 sailors ഫ്രം പോർച്ചുഗൽ, റീച്ച്ഡ് ഹിയർ ഫോർ ട്രേഡ് ഫോളോയിങ് വാസ്കോ ഡ ഗാമ. അതായത് വാസ്കോ ഡ ഗാമയെ തുടർന്ന് അൽമേഡ, അൽബുക്കർ തുടങ്ങിയ പോർച്ചുഗീസുകാർ വാണിജ്യത്തിനായി ഇവിടെ എത്തി. ഗോവ ആൻഡ് ദാമൻ ആൻഡ് ദിയു വേർ ദ മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസിൻ്റെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ഗോവ, ദാമൻ ആൻഡ് ദിയു. ദേ കൺസ്ട്രക്റ്റഡ് സെൻറ്റ് ഏഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. അതായത് തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ദ പോർച്ചുഗീസ് വേർ ആൾസോ നോൺ ആസ് പറങ്കീസ്. പോർച്ചുഗീസിനെ അറിയപ്പെടുന്ന ഒരു പേരാണ് പറങ്കീസ് എന്നുള്ളത്, അല്ലെങ്കിൽ പറങ്കികൾ. പിന്നെ പറയുന്നത് അഗ്രികൾച്ചറൽ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ, ഗുവാവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ എക്സെട്ര ദാറ്റ് ആർ ഫൗണ്ടഡ് ഇൻ കേരള നൗ വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പോർച്ചുഗീസ്. അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസാണ്. പിന്നെ പറയുന്നത് ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിൻറ്റിംഗ് മെഷീൻ ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ആർട്ട് ഫ്രം ചവിട്ട് നാടകം വേർ സം ഓഫ് ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ്. അതായത് അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ട് നാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിൻ്റെ ഫലമായാണ്. അപ്പോൾ വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം വന്ന 2 പേരാണ് അൽമേഡ, അൽബുക്കർ. പിന്നെ പറയുന്നത് പോർച്ചുഗീസിൻ്റെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഗോവ, ദാമൻ ആൻഡ് ദിയു ആണ്. പോർച്ചുഗീസുകാർ പണിയെടുപ്പിച്ച 2 കോട്ടകളുടെ പേരാണ് സെൻറ്റ് ആഞ്ചലോ കോട്ടയും അതുപോലെ തന്നെ കോട്ടപ്പുറം കോട്ടയും. പിന്നെ പോർച്ചുഗീസുകാരെ അറിയപ്പെടുന്ന പേരാണ് പറങ്കികൾ. നമ്മുടെ നാട്ടിലെ പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയവ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ അച്ചടി യന്ത്രം പ്രചരിപ്പിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ വാസ്കോ ഡ ഗാമയുടെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിച്ചത് വഴി അവർക്ക് ലഭിച്ചത്. അപ്പം അത്രത്തോളം വിഭവങ്ങൾ പോർച്ചുഗീസുകാർ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു
പോർച്ചുഗീസിൻ്റെ വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഗോവ, ദാമൻ ആൻഡ് ദിയു ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അടുത്തത് പറയുന്നത് ഇവർക്ക് ഇന്ത്യയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. അതിനുള്ള റീസൺ ആണ് ഇനി പറയുന്നത്. ദ പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് മെനി ട്രേഡ് സെന്റേഴ്സ് ഇൻ ഇന്ത്യ. ലെറ്റ് us എക്സാമിൻ ദ റീസൺ ഫോർ ഇറ്റ്. ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റീസൺ ആണ് ദേ ഡിഡ് നോട്ട് ഹാവ് എനഫ് എക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സസ് ടു കമ്പീറ്റ് വിത്ത് അതർ യൂറോപ്യൻ പവേഴ്സ്. അതായത് മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തിക ശേഷിയോ സൈനിക ശേഷിയോ അവർക്ക് ഉണ്ടായിരുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട റീസൺ ആയിരുന്നു. രണ്ടാമത്തേത് ദേ ഫേസ്ഡ് റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് ഫോഴ്സസ്. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. കാരണമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് വന്നതിൻ്റെ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവർ ഇവിടെ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ വിറ്റഴിച്ച് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ ഒരുപാട് ഇവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ 2 റീസൺ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെയാണ് റീസൺ ഒന്നുകൂടെ പറയാം. മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനിക ശേഷിയും അവർക്ക്, അതായത് പോർച്ചുഗീസുകാർക്ക് ഉണ്ടായിരുന്നില്ല. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ ഒരുപാട് പോർച്ചുഗീസുകാർക്ക് നേരിടേണ്ടി വന്നു. പിന്നെ വേറൊരു പോയിന്റാണ് കുഞ്ഞാലിമരയ്ക്കാർ ദ അഡ്മിറൽ സാമോറിയൻസ് നേവൽ ഫോഴ്സ് ലെഡ് ദ റെസിസ്റ്റൻസ് എഗനിസ്റ്റ് ദ പോർച്ചുഗീസ് ഇൻ മലബാർ റീജിയൻ. അതായത് മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലിമരയ്ക്കാറാണ്. സാമൂതിരിയുടെ നാവികപ്പട തലവനായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർ. അപ്പോൾ സാമൂതിരിയുടെ നാവികപ്പട തലവനായ കുഞ്ഞാലിമരയ്ക്കാരെ ചെറുത്ത് നിൽക്കുവാൻ ആർക്ക് സാധിച്ചിരുന്നില്ല? ഈ പോർച്ചുഗീസുകാർക്ക് സാധിച്ചിരുന്നില്ല. അതാണ് പറയുന്നത്. കുഞ്ഞാലിമരയ്ക്കാർ ദ അഡ്മിറൽ ഓഫ് സമോറൻ നേവൽ ഫോഴ്സ് ലെഡ് ദ റെസിസ്റ്റൻസ് എഗനിസ്റ്റ് ദ പോർച്ചുഗീസ് ഇൻ ദ മലബാർ റീജിയൻ. ഇത്തരത്തിൽ 3 പോയിന്റാണ് ഉള്ളത്. ഈ 3 റീസൺ കൊണ്ടാണ് ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാതെ പോർച്ചുഗീസുകാർക്ക് മടങ്ങേണ്ടി വന്നത്. ഇത്തരത്തിൽ പോർച്ചുഗീസുകാരുടെ വരവിനെ പറ്റി നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് ഡച്ചുകാരുടെ വരവിനെ പറ്റിയാണ് പറയുന്നത്. ഡച്ചുകാർ ദ ഡച്ച് വെയർ അനദർ യൂറോപ്യൻ ഫോഴ്സ് ഹു റീച്ച്ഡ് ഇന്ത്യ ഫോളോയിങ് ദ പോർച്ചുഗീസ്. അതായത് കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് എത്തിയ മറ്റൊരു വിദേശി ശക്തിയായിരുന്നു ഡച്ചുകാർ. കൊച്ചി ആൻഡ് കൊല്ലം വെയർ ദ ചീഫ് ട്രേഡ് സെൻറ്റർ ഓഫ് ഡച്ച്. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ഇറ്റ് വാസ് വാണ്ടഡ് എ ഡച്ച് ഗവർണർ ഹു ഇനിഷ്യേറ്റഡ് ദ കമ്പനൈസേഷൻ ഓഫ് ഹോർത്തൂസ് മലബാറിക്കസ്, എ ബുക്ക് ഓൺ ദ മെഡിസിനൽ പ്ലാനറ്റ് ഓഫ് കേരള. അവർ ഡച്ചുകാർ ഒരു ബുക്കൊക്കെ തയ്യാറാക്കി. നമ്മുടെ നാട്ടിലെ ഔഷധങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം അവർ തയ്യാറാക്കി. ഇതിന് മുൻകൈ എടുത്തത് ഡച്ചുകാരനായ വാൻഡ്രിഡ് ആണ്. ഡച്ചു ഗവർണറായിരുന്നു ഈ വാൻഡ്രിഡ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഹി കംപ്ലീറ്റഡ് ദ ബുക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇട്ടി അച്യുതൻ വൈദ്യർ. മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് നമുക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ളതാണ്. ഇത് പബ്ലിഷ് ചെയ്തത് 1678 ഇത് ലാറ്റിൻ ഭാഷയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ദ ഡച്ച് ഫോർട്ട് വിത്ത് മാർത്താണ്ഡവർമ്മ ദ കിങ് ഓഫ് ദ ട്രാവൻകൂർ ഫോളോയിങ് ദ ഡിസ്പ്യൂട്ട്സ് ഓവർ ട്രേഡ്. ദ ഡച്ച് വെയർ ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ ഇൻ 1741. അതായത് കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധത്തിൽ ഏർപ്പെട്ടു. 1741 കുളച്ചലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെട്ടു. കുളച്ചൽ എന്ന് പറയുന്നത് കന്യാകുമാരിക്കടുത്തുള്ള ഒരു സ്ഥലമാണ്. കുളച്ചലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ തോൽപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞിരുന്നില്ല? ഡച്ചുകാർക്ക് കഴിഞ്ഞിരുന്നില്ല. സ്വാഭാവികമായും ഡച്ചുകാർ ആ യുദ്ധത്തിൽ തോറ്റുപോവുകയാണ് ചെയ്തത്. They lost their ground in India with this war. The Dutch were also called Latins. അതായത് ഇതോടെ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി. ഡച്ചുകാരെ ലന്തകാർ എന്നാണ് വിളിക്കുന്നത്. ലന്തക്കാർ എന്നാണ് വിളിക്കുന്നത്. ലന്തൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ.
നമ്മളെന്താണ് പറഞ്ഞത്? കച്ചവടത്തിനായി യൂറോപ്പിലേക്ക് വന്ന മറ്റൊരു വിദേശ ശക്തിയായിരുന്നു ഡച്ചുകാരൻ. കൊല്ലം, കൊച്ചി എന്നിവയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം അവർ തയ്യാറാക്കി. ഇതിന് മുൻകൈയെടുത്തത് ഡച്ചുകാരനായ വാൻ റിഡാണ്. ഡച്ച് ഗവർണറായിരുന്നു ഈ വാൻ റിഡ്. മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ കൃതി പൂർത്തിയാക്കിയത്. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായിട്ട് തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായിട്ട് ഡച്ചുകാർ യുദ്ധത്തിലേർപ്പെട്ടു. 1741 കുളച്ചൽ യുദ്ധമായിരുന്നു അത്. ഇതിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ഇതോടെ ഇന്ത്യയിൽ നിന്നും ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി. ഡച്ചുകാരെ പൊതുവെ പറയുന്ന പേരാണ് ലന്തക്കാർ എന്നാണ് അറിയുന്നത്, ലന്തൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഡച്ചുകാരുടെയും അതുപോലെ തന്നെ പോർച്ചുഗീസിൻ്റെയും വരവ് നമ്മൾ കണ്ടു. അടുത്തതായിട്ട് ഒരുപാട് വർഷം നമ്മളെ ഭരിച്ച ഇംഗ്ലീഷുകാരുടെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. The English East India Company was formed in England in 1600 for trade with the countries like India and China. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. സൂറത്ത് ഇൻ ഗുജറാത്ത് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രമെന്ന് പറയുന്നത് ഗുജറാത്തിലെ സൂറത്ത് ആയിരുന്നു. ദേ ആൾസോ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് അറ്റ് മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, മദ്രാസ്, കൊൽക്കത്ത, ബോംബെ അല്ലെങ്കിൽ മുംബൈ എന്നിവിടങ്ങളിലും അവർക്ക് വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ രൂപീകരിച്ചു. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്തായിരുന്നു. പിന്നീട് മദ്രാസ്, കൽക്കത്ത, ബോംബെ തുടങ്ങിയവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഇങ്ങനെയായിരുന്നു ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവെന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഫ്രഞ്ചുകാരുടെ വരവാണ്. ഫ്രഞ്ച് ട്രേഡ് റിലേഷൻസ്, ഫ്രഞ്ച് വാണിജ്യ ബന്ധങ്ങൾ. ഫ്രഞ്ച് എന്ന് പറയുന്നത് ഇന്നത്തെ ഫ്രാൻസ് ആണ്, അതൊക്കെ നിങ്ങൾക്കറിയാം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡച്ച് എന്ന് പറയുന്നത് ഹോളണ്ട്, നെതർലൻഡ് എന്നിവയൊക്കെ പറയുന്നത് ഡച്ച് എന്നും പറയും. അതുപോലെ ഫ്രഞ്ച് എന്ന് പറയുന്നത് ഫ്രാൻസിനെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. The French East India Company was established in 1664 and the French reached India for the purpose of trade. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഇതോടെ കച്ചവട ലക്ഷ്യമാക്കി ഫ്രഞ്ചുകാർ ഇന്ത്യയിലേക്ക് എത്തി. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ വാസ് ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ ഫ്രഞ്ച്. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. പോണ്ടിച്ചേരി വാസ് ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ്. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പോണ്ടിച്ചേരി ആയിരുന്നു. അപ്പോൾ 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ എന്നിവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പോണ്ടിച്ചേരി ആയിരുന്നു. അടുത്തതായിട്ട് പറയുന്ന പോർഷനാണ് ദ കോമ്പറ്റീഷൻ ഫോർ ദ മോണോപോളി ഓഫ് ട്രേഡ്. കച്ചവട ആധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരം. ദ യൂറോപ്യൻ കൺട്രീസ് കോമ്പീറ്റഡ് ഫോർ മോണോപോളീസിങ് ട്രേഡ് വിത്ത് ഇന്ത്യ. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവട ആധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു. ദ പോർച്ചുഗീസ് ആൻഡ് ദ ഡച്ച് വെയർ ഡിഫീറ്റഡ് അറ്റ് ദ വെയർ ബിഗിനിങ് ഓഫ് ദസ് കോമ്പറ്റീഷൻ. അതായത് നമ്മൾ പറഞ്ഞ പോർച്ചുഗീസും ഡച്ചുകാരും തുടക്കത്തിൽ തന്നെ പരാജയപ്പെട്ടു. പിന്നീട് ഉണ്ടായിരുന്ന രണ്ടുപേരാണ് ഫ്രഞ്ചും ഇംഗ്ലീഷുകാരും. ദ ഫ്രഞ്ച് ആൻഡ് ദ ഇംഗ്ലീഷ് ബിക്കം ലോക്ക്ഡ് ഇൻ ദ ഇൻറ്റൻസീവ് റിവൽറി ആൻഡ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദസ് ഫോഴ്സ് ലാസ്റ്റഡ് ലോങ്. അതായത് പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു മത്സരം. ദ ഫ്രഞ്ച് ആൻഡ് ദ ഇംഗ്ലീഷ് ഇൻ സൗത്ത് ഇന്ത്യ വാസ് നോൺ ആസ് കർണാട്ടിക് വാർ. അപ്പം എന്താണ് പറയുന്നത്? ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടത്തിയ മത്സരത്തെ കർണാട്ടിക് യുദ്ധം എന്നാണ് വിളിച്ചിരുന്നത്. അൾട്ടിമേറ്റ്ലി ദ ഫ്രഞ്ച് വെയർ ഡിഫീറ്റഡ്. എന്നാൽ ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. അപ്പം ഇംഗ്ലീഷുകാർ അധികാരത്തിൽ വന്നു എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറയാം, യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചിരുന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലെ പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു.
പിന്നീടുണ്ടായിരുന്ന രണ്ട് ശക്തികളായിരുന്നു ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഇവർ തമ്മിലുള്ള മത്സരത്തെ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധം എന്നാണ്. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയും ഇംഗ്ലീഷുകാർ വിജയം കൈവരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇന്ന് പഠിപ്പിച്ച എല്ലാ പോർഷനും എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.